ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ടാവും അല്ലേ? ആരെ മണി ചാലഞ്ചിൽ നമ്മുടെ ഉബൈദ് നമ്മളടുത്തും ചെല്ലണമെന്നറിഞ്ഞിട്ട് ഒരുപാട് പേര് ഉറക്കുമൊഴിഞ്ഞ് കാത്തിരിക്കുന്നുണ്ടാവുന്നില്ല. നിങ്ങൾ കാത്തിരുന്നത് മാത്രമേ ബാക്കിയുണ്ടാവും. പക്ഷേ പടച്ചവൻ ഒരു ഇത് ഏകിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടുത്തേക്ക് എത്തി തന്നെ ചെയ്യും കേട്ടോ. പക്ഷെ ഞാൻ ഏറ്റവും കണ്ട ഒരു വീഡിയോ ഉബൈദിൻ്റെ ഇത്ര വർഷമായിട്ട് ഈ കാണുന്ന വീഡിയോയിൽ ഏറ്റവും ബെസ്റ്റ് നല്ലതും തോന്നിയ ഒരു വീഡിയോ ആണ് ഈ കാണുന്ന വീഡിയോ. പക്ഷേ അതിൽ ഈ പുള്ളിനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, ഈ പുള്ളിനെ അറിയാലോ നിങ്ങൾക്ക്. കണ്ടാ, അപ്പോൾ ഈ അലിഖാൻ്റെ അടുത്ത് ഉബൈദ് പോയിട്ട് ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയില്ല. ഉബൈദ് മണി ചാലഞ്ച് അലിഖാൻ അങ്ങോട്ട് പോയിട്ട് പറയുന്നുള്ളത്, ഞാൻ ഒരു യൂട്യൂബർക്ക് ആദ്യമായിട്ട് കൈ കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് മാത്രം, നീ പൊളിയാണിടോ ഉബൈദ്. അത് കേൾക്കുമ്പോൾ തന്നെ പോരെ. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഉബൈദ് ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ആ ഫോട്ടോ മറക്കില്ല ഒരിക്കലുമെന്ന്. ആരെ? ഈ അലിഖാനും അതടുത്ത് നിൽക്കുന്ന മറ്റാ സുഹൃത്തിനും. അന്ന് ഉബൈദ് എന്താണ് ചെയ്തതെന്നല്ല നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുള്ളത്. ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഏതൊരാളെയും മനസ്സൊന്ന് ഇതാകിപ്പോവും. അങ്ങനെയുള്ളൊരു വീഡിയോ ആണ്. കാണാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നേരെ ഡയറക്റ്റ്. 500 കട്ടോ 200 കട്ടോ എത്ര വേണമെങ്കിലും എണ്ണ എടുക്കാം. ഒരു ചലഞ്ചാണ്. പക്ഷെ 30 സെക്കൻഡ് ടൈം ഉണ്ടാവുള്ളൂ. ഒരെണ്ണം വെച്ച് എണ്ണ എടുക്കാൻ പറ്റുള്ളൂ. 500 കട്ടാണെങ്കിൽ ഇൻസ്റ്റിൽ ഉബൈദ് അക്കൗണ്ടും മൈജി ഡിജിറ്റൽ അക്കൗണ്ടും ഫോളോ ചെയ്തിരിക്കണം. പക്ഷേ ആ സുഹൃത്തിൻ്റെ അടുത്ത് പോയിട്ടാകുമ്പോൾ ആ സുഹൃത്ത് പറയുന്നത്, ഞാൻ നിങ്ങളെ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ട്, പക്ഷേ എണ്ണുന്നതിൽ ഞാൻ അത്ര ഒരു ഇതിലുള്ള ഒരുത്തനല്ല, നിങ്ങൾ വേറെ ആരുടെ അടുത്തും പോയിക്കോ. അപ്പോൾ ഫോളോ ചെയ്തിട്ടില്ല. ഇല്ല, ഞാൻ ഫോളോ ചെയ്തിട്ടില്ല, നിങ്ങൾ വേറെ അടുത്ത് പോയിട്ട് വന്നാൽ ഫസ്റ്റ് ആ പറയുന്ന സുഹൃത്ത്, ആ സുഹൃത്തിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ള മനുഷ്യന്മാരും ഉണ്ടല്ലേ. അടുത്തേക്ക് പോവാം നമ്മൾ അല്ലേ. അത് ഭയങ്കര ഇതായി. അപ്പോൾ എത്ര വാക്കുകൾ പറയുന്നുണ്ട്. ചെക്ക് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ കാരണം ആ വാക്ക് പറയുന്നുണ്ട്, നിങ്ങൾ പൊളിയാണെന്നുള്ള പേരെന്താണ് ചോദിക്കുമ്പോൾ അലിയാണെന്നും പറഞ്ഞിട്ട് വല്ലാതൊരു സംഭവം അല്ലട്ടെ. അതിനുശേഷം നടത്തുന്ന എന്ത് സംഭവം? അതാർക്കെങ്കിലും വേണ്ട വരട്ടെ, ഇത് എത്തിച്ച് കൊടുക്കണമെന്ന് എന്തല്ല. അത് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ വല്ലാതൊരു മനസ്സിലേക്ക് ഒരു ഇത് വരുന്നുണ്ടല്ലോ ഒരു സംഭവം. അയാൾക്കും വേണ്ടി ഇതാക്കി കൊടുക്കാം, ആർക്ക്? ആ സാധുവായ മനുഷ്യന് കൊടുക്കാന്നിരുന്നുള്ളത്. എന്താ ഒരു ഇത്. ജമാൽക്ക ഇപ്പം മനസ്സിലായിപ്പോയി. ജമാൽക്ക് എവിടെ കാണാൻ ഒരു നേരത്തെ അന്നത്തിനും വേണ്ടിയിട്ട് അവിടെ കാത്തിരിക്കുന്നത്, അത്രയും പിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ അത്ര ഉബൈദ് മേങ്ങുന്നു. ഇപ്പോൾ അത് വല്ലാതൊരു എവിടെ സ്ഥലം എന്നറിഞ്ഞില്ലേ. $12,600 കിട്ടി. കാരണം വെച്ചാൽ ഈ മൂപ്പര് 27 വർഷം കാലം ഒരു അച്ചാറിൻ്റെ കമ്പനിയിൽ സെയിൽസായിട്ട് ജോലി ചെയ്തിരുന്നു. അപ്പോൾ മൂപ്പർക്ക് മറ്റുള്ളവരെ വേദനകൾ അറിയുന്നത് കൊണ്ടായിരിക്കല്ലേ ഇങ്ങനെയുള്ള ആ ഒരു പ്രവൃത്തി. എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ പടച്ചോൻ തന്നിട്ടുണ്ട്, അതന്നെ അൽഹംദുലില്ലാ ഖൈറെന്ന് അങ്ങനെയല്ല കേൾക്കുമ്പോൾ ഇല്ലേ മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് നമുക്ക് ഏകിയത് നമ്മളെ പടച്ചോൻ തരും. അതിന് നമുക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടാകും, അത് കിട്ടിയിരിക്കും. അല്ലാണ്ട് പിന്നെ കേൾക്കോ എന്നിട്ട് അതാ കൊടുത്ത് ആ ജമാൽക്കാക്ക് ആ പൈസ.
ആണല്ലേ? പിന്നെ എല്ലാരും ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചത്. കണ്ട എല്ലാവരും ഞാൻ ഇങ്ങോട്ടേക്ക് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടേക്ക് അത് കേൾക്കുമ്പോൾ ഇല്ല വല്ലാതെ ഒരു ഇത് മൂപ്പര് ആ പറയുന്ന വാക്ക് എനിക്ക് എൻ്റെ പടച്ചോനെ ജീവിക്കാനുള്ള വക എനിക്ക് തന്നിട്ടുണ്ട് കൂടുതൽ. അപ്പോൾ അത്യാഗ്രഹമില്ലാത്ത ഒരു മനുഷ്യനാണ് ഈ അലീക്ക. ഇങ്ങനെയുള്ള മനുഷ്യരെ കിട്ടും. അതിൻ്റെ ഉബൈദ് ഒരുപാട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത് ഇൻസ്റ്റഗ്രാമിൽ എല്ലാത്തിലും ഫേസ്ബുക്കിൽ ചെയ്തിട്ട്. പക്ഷേ ഉബൈദ് തന്നെ ഈ മൂന്നാൾ നിന്നിട്ടുള്ള ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് പറയുന്നത് ഒരിക്കലും മറക്കില്ല. അപ്പം നമ്മൾക്കും പടച്ചവൻ തന്നിട്ടുണ്ട്, അതിൽ നമ്മൾ തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അതിൽ കൂടിയിട്ട് കൂടുതൽ പടച്ചവനെ നമുക്ക് വർദ്ധിപ്പിക്കുന്നതല്ലാണ്ട് ഒരിക്കലും നമ്മൾ താലോട്ടേക്ക് വില്ല. പിന്നെ മറ്റുള്ളവൻ്റെ മുതലും അന്യവൻ്റെ മുതലും നമ്മൾ ആഗ്രഹിച്ച് നടക്കുന്നുണ്ടെങ്കിൽ, അവരെ പറ്റിച്ചിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒന്നും ആയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലേ വിജയിക്കും.